ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് വീഡിയോയിൽ വന്നൊരു കമന്റിനെ കുറിച്ചിട്ടാണ്. സോ അതിന് കമന്റ് വന്നത് ഇങ്ങനെയായിരുന്നു: KCL കളിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. KCL കളിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓൾ കേരള ലെവലിൽ ഒരുപാട് ടൂർണമെന്റ്സ്, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഓൾ കേരള ലെവലിൽ ഒരുപാട് ടൂർണമെന്റ്സ് കേരളത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ MS നായർ, കോറമെന്റൽ, സെലസ്റ്റിയൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടൂർണമെന്റ്സ് ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ടൂർണമെന്റ്സുകൾ നിങ്ങൾ ഏതെങ്കിലും ക്ലബിലോ അക്കാഡമിസിലോ ജോയിൻ ചെയ്ത് കളിക്കാൻ നോക്കുക. അങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നല്ല പെർഫോമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ KCA ഡയറക്റ്റ് നടത്തുന്ന പ്രസിഡൻസ് T20, അതുപോലെ NSK, ഇങ്ങനെയുള്ള ടൂർണമെന്റ്സുകളിലേക്ക് നിങ്ങൾക്ക് ചാൻസസ് കിട്ടാം. ഇങ്ങനെയുള്ള ടൂർണമെന്റ്സിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂർണമെന്റ്സ് ഒക്കെ ലൈവ് മാച്ചസ് ആണ്. സോ ലൈവ് മാച്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സെലക്ടേഴ്സും എല്ലാവരും, KCLന്റെ മാത്രമല്ല ഡിസ്ട്രിക്ട് ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും സെലക്ടേഴ്സും എല്ലാവരും ഇത് വാച്ച് ചെയ്യുന്നതാണ്. സോ ഇതുവഴി നിങ്ങൾക്ക് മുകളിലേക്ക് കയറി വരാനും KCL പോലുള്ള വലിയ വലിയ ടൂർണമെന്റ്സുകളിൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടാനുമുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. സോ അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ NSK കിട്ടിയില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസിഡൻസ് T20 കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ടൂർണമെന്റ്സുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ തന്നെ സെലക്ടേഴ്സ് എല്ലാം നിങ്ങളെ കാണുന്നതായിരിക്കും, വാച്ച് ചെയ്യുന്നതായിരിക്കും. സോ അത് KCLന്റെ ഓപ്ഷനിലേക്ക് വരാനും അതുവഴി നിങ്ങൾക്ക് KCL കളിക്കാനുള്ള ചാൻസസ് കിട്ടാനും ഉള്ള അവസരങ്ങളുണ്ട്. സോ നിങ്ങളത് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓൾ കേരള ടൂർണമെന്റ്സുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക, അവിടെ നിന്ന് മുകളിലേക്ക് പോകാനായിട്ട് നോക്കുക. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇതുപോലുള്ള ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് കമന്റ് വഴി ചോദിക്കാവുന്നതാണ്. മാക്സിമം കമന്റ്സിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ബൈ.